friends, welcome back to our channel. ഞാൻ സൗമ്യ അനീഷ്. ഇന്ന് ഗ്രീൻ ആപ്പിളും പൊമഗ്രനേറ്റും വെച്ചിട്ട് രണ്ട് വെറൈറ്റി അച്ചാറുകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എൻ്റെ കൂടെ കിച്ചണിലേക്ക് പോരെ. ഗ്രീൻ ആപ്പിൾ അച്ചാറാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് വേണ്ടവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് എടുത്ത് കളയാം. ഇപ്പോൾ ഞാൻ ഈ തോലോട് കൂടി തന്നെയാണ് അച്ചാറിടുന്നത്. ഇത് ഞാൻ 2-3 തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല പുളി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ആപ്പിളിലേക്ക് നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് കിട്ടും. പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 2 കൂട്ടം അച്ചാറിന് ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പൊടികൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പച്ചക്കടുക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം. ഉലുവ അധികം എടുക്കരുത്, ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ ചൂടാകാൻ വെക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. പകുതി പച്ചമുളക്, ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചത് പിന്നെ കായപ്പൊടി ഇതുകൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് കുറവാണ്.
അപ്പോൾ നമ്മുടെ ആപ്പിൾ അച്ചാർ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. പുളി കുറവാണെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ മതി. അപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ട് വെച്ചാൽ മതി. കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും മാങ്ങയൊക്കെ നമ്മൾ അച്ചാറിടില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മാതള നാരങ്ങ അച്ചാറാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാതള നാരങ്ങ ഞാനിവിടെ അല്ലി തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒത്തിരി പഴുത്തിട്ടില്ല, നല്ല പുളിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സീഡിന് ഒത്തിരി കട്ടിയില്ല, ഇതേപോലെ പിഞ്ചാണ്. അല്ലെങ്കിൽ മൂത്തതാകുമ്പോൾ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഹാർഡായിട്ട് തോന്നും. അപ്പോൾ ഇത് പിഞ്ചായ കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നല്ല പുളിയുണ്ട്, മധുരം കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ആപ്പിൾ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 2 അച്ചാറിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. അതുപോലെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എരിവുള്ളത് കൊണ്ട് 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് നന്നായിട്ട് ഇനി ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കടുക്, 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ പൊടി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാതള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം, ഒത്തിരി ഉടയ്ക്കേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ടേസ്റ്റുള്ള 2 കൂട്ടം അച്ചാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.